നമുക്കൊരു സുഖിയൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെറുപയർ ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കായയും ഇട്ടിട്ട് നല്ലോണം വേവിച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മൈദ, ഉപ്പിട്ട് മൈദ, എനിക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല, അതുകൊണ്ട് ചെറിയ ഇതൊന്ന് മുക്കി എണ്ണ തിളച്ചിട്ടുണ്ടെന്ന് നമുക്ക് അതിലേക്കിടാം. ചെറുപയർ ഭയങ്കര ഹെൽത്തിയാണ്, പക്ഷേ ഇത് എണ്ണയിൽ പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയല്ല. പിന്നെ ഇപ്പം എന്താ പറയുക, സുഖിയൻ തിന്നാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൽദീവ്സിലാണെങ്കിലും ഉണ്ടാക്കി തിന്നണ്ടേ അല്ലേ. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ സുഖിയൻ. ഞാൻ ഇതെങ്ങനെ സുഖിയൻ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ നോക്കി. ഷാമീസ് കിച്ചണില്ലേ, ഷമീസ് കിച്ചണോ എന്തോ അതിൽ. അപ്പോൾ അതിനകത്ത് മോദകം എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെന്തായാലും മോദകം എന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പം പല സ്ഥലത്ത് ഇതിന് മോദകം എന്ന് പറയുന്നു അല്ലേ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സുഖിയൻ എന്നാണ്. അപ്പം ഒറ്റപ്പാലത്തായാലും എറണാകുളത്തായാലും ഇതിന് സുഖിയൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് എന്തോ ചെറുപയർ വേവിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുടപ്പിനും ചെറുപയറും ഉടക്കിയപ്പോൾ ബാക്കി കുറച്ചുണ്ടായിരുന്നു. ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചെറുപയർ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തു. മഞ്ഞൾപ്പൊടി ഇടാത്തതുകൊണ്ടാട്ടോ ഇതിങ്ങനെ വെള്ളമായിട്ടിരിക്കണേ. നോർമലി മഞ്ഞൾപ്പൊടി ഇടും, എനിക്ക് വേണ്ട. ഓൾറെഡി വെന്തത് കൊണ്ട് ഉള്ളു അത്ര വെന്തിലേനും കുഴപ്പമില്ല. മൈദ ഒന്ന് വെന്ത് കിട്ടിയാണ്. എൻ്റെ അപ്പച്ചട്ടിയിലാണ് എൻ്റെ എല്ലാ പരിപാടിയും. കാരണം എനിക്ക് അങ്ങനെ അപ്പം വലിയ ഇഷ്ടമല്ല തിന്നാനായിട്ട് എന്നുള്ളത് കൊണ്ട് കൂടി ഈ അപ്പച്ചട്ടി ഇതിനൊക്കെ വലിയ വിനിയോഗിക്കും. അവിടെ കിടന്ന് വേവട്ടെ. ബാക്കിയും കൂടി നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കണം.